ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ഏലീശ പ്രവാചകൻ പറഞ്ഞ ഇരട്ടി പങ്കിനെ കുറിച്ച് അല്പമായിട്ടൊന്ന് ധ്യാനിച്ചു അല്ലേ? കേൾക്കാത്തവർ ഇന്നലത്തെ ഒന്ന് കേൾക്കണേ, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും പ്രവാചക ഗണം തമ്മിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് അല്പം കൂടി വലിയ ഒരു ആലയം പണിയാം. NLT-യിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, there we can build a new place for us to meet. നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും പ്രവചിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു ആലയം, ഇപ്പോഴത്തെ ആലയത്തിന്റെ സ്ഥലം പോരാ, വലിയൊരു ആലയം പണിയാനായിട്ട് അവര് ജോർദാന്റെ അക്കരയിലുള്ള സ്ഥലത്ത് പോയി മരം വെട്ടാനായിട്ട് തുടങ്ങി. അങ്ങനെ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മരം വെട്ടുന്ന ആരുടെയോ കയ്യിൽ നിന്ന് കടം വാങ്ങിയ കോടാലി കൊണ്ടാണ് മരം വെട്ടുന്നത്. അന്നത്തെ കാലത്ത് ഇരുമ്പ് അല്പം വില കൂടിയ ഒരു മെറ്റലാണ്. അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഇരുമ്പ് ആയുധങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണെന്നും കൂടി ഓർക്കണം കേട്ടോ. അങ്ങനെ ഈ മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ഇരുമ്പ് കോടാലി പിടിയിൽ നിന്ന് ഊരി ജോർദാന്റെ ആഴങ്ങളിലേക്ക് തെറിച്ച് വീണുപോയി. ചാഞ്ഞു നിൽക്കുന്ന മരം വെട്ടുന്നതിനിടയിൽ കോടാലി വെള്ളത്തിൽ പോയി. ഇപ്പൊ കയ്യിൽ പിടി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇതൊന്ന് റിലേറ്റ് ചെയ്താലും നന്നായിരിക്കും അല്ലേ? ഇന്നും ഇപ്പൊ പിടി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആലയം നിർമ്മിക്കാനുള്ള തടി വെട്ടുന്ന കോടാലി വെള്ളത്തിൽ പോയ കാര്യം നമ്മുടെ പല ആൾക്കാരും അറിഞ്ഞിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ സഭകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയല്ലേ? കോടാലിയുടെ പിടി കയ്യിലുണ്ട്. സഭയുടെ പേരും പാരമ്പര്യവും പെരുമയും പറഞ്ഞ് അഭിമാനിക്കാനുള്ള വെറും പിടി മാത്രം, പൊങ്ങച്ചം പറയുന്ന പിടി കയ്യിലുണ്ട്. മൂർച്ചയുള്ള വെട്ടുന്ന കോടാലി വെള്ളത്തിൽ ആണ്ടുപോയി. നമ്മുടെ പല പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, പിടി കയ്യിലുണ്ട്, കോടാലിയുടെ പിടി കയ്യിലുണ്ട്. കോൺഗ്രിഗേഷന്റെ പ്രശസ്തി, പേര്, അഡ്രസ്, അഭിമാനം കൊള്ളിക്കുന്ന പിടി കയ്യിലുണ്ട്. കോടാലി വെള്ളത്തിൽ പോയ കാര്യം നമ്മൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എത്രയിട്ട് വെട്ടിയാലും വെട്ടുകൊള്ളുന്നില്ല. പക്ഷെ വെട്ടൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലായിടവും ചതഞ്ഞു കിടക്കുക, വെട്ടുന്നവനും തളരുക. കാരണം കോടാലിയുടെ പിടി മാത്രമേ ഉള്ളൂ, മൂർച്ചയുള്ള കോടാലി നഷ്ടമായി. അവന്റെ ആലയം നിർമ്മിക്കാനുള്ള തടി വെട്ടുന്ന മൂർച്ചയുള്ള ആയുധം, വചനത്തിന്റെ വാള്, വചനത്തിന്റെ അച്ചടക്കം, വചനത്തിന്റെ ശക്തി, വചനത്തോടുള്ള അനുസരണം, അതെല്ലാം നഷ്ടമായി. നമ്മൾ ഇന്ന് മറ്റെന്തോ അതാണ് എന്നും പറഞ്ഞ ആ പിടി മാത്രം കയ്യിൽ പിടിച്ചിട്ട് വെട്ടിക്കൊണ്ടിരിക്കുക. മൂർച്ചയുള്ള ആയുധം, പ്രാർത്ഥന നമ്മുടെ ചടങ്ങുകളായി, അനുഷ്ഠാനങ്ങൾ ആഘോഷങ്ങളായി മാറി. ക്രിസ്തീയ ആഘോഷങ്ങൾ പലതിനെയും ഇമിറ്റേറ്റ് ചെയ്യുന്ന പെർഫോമൻസ് ആയി മാറി. അൾത്താര പോലും കുർബാന പോലും എന്റർടൈൻമെന്റ് ഈവന്റ് മാനേജ്മെന്റുകാർക്ക് കൊടുത്തു അല്ലേ? മൂർച്ചയുള്ള ആയുധം ഒഴുക്കുള്ള വെള്ളത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു. സഭാ മക്കളോ സഭാ അധികാരികളോ ഇത് തിരിച്ചറിയുന്നില്ല. വെട്ടോട് വെട്ട, പക്ഷെ കർത്താവിന്റെ ആലയം പണിയാനുള്ള തടി മാത്രം മുറിയുന്നില്ല. എല്ലാം ചതഞ്ഞു കിടക്കുക. പ്രകടനങ്ങളും ആഘോഷങ്ങളും സൺഡേ മാസുകൾ പോലും ഓരോ ഡ്രസ് കോഡുകളൊക്കെ ഇട്ട് എൻട്രൻസ് പ്രൊസഷനും തിരിച്ചുള്ള എൻട്രൻസും തിരിച്ചുള്ള പ്രൊസഷനും അല്ലെ, എല്ലാം കൊണ്ട് 10,000ങ്ങളുടെ ഫ്ലവർ ഡെക്കറേഷനും എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പെർഫോമൻസ് ആയി മാറി. സംഭവം കളറായി, പക്ഷേ അറിയുന്നില്ല, ആയുധം നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ കോടാലിയുടെ പിടി മാത്രമേ കയ്യിലുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ വിശുദ്ധ കുർബാന പോലും സ്റ്റേജ് ഷോ പോലെ പെർഫോമൻസ് ആയി മാറി. പുറത്തിറങ്ങിയവരോട് ആർക്കെങ്കിലും ചോദിച്ചു, ഇന്നത്തെ കുർബാനയുണ്ട്? അടിപൊളി കുർബാന കളിയാ, എന്നാ പാട്ടായിരുന്നു, അച്ഛന്റെ പ്രസംഗം തിത്തൈ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പോണത് എങ്ങോട്ടാ? ചിന്തിക്കാം. ഇവിടെയാണ് നഷ്ടപ്പെട്ടു പോയ മൂർച്ചയുള്ള കോടാലി തിരിച്ചെടുക്കേണ്ട ആ ഒരു അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കുള്ള പ്രവാചകന്മാർ ഉണരേണ്ട സമയം. മൂർച്ചയുള്ള വചനം, സന്ധിബന്ധങ്ങളെയും ഹൃദയങ്ങളെയും കീറിമുറിക്കുന്ന മാനസാന്തരത്തിന്റെ വചനം, അത് പേടിയില്ലാതെ, മുഖം നോക്കാതെ, കയ്യടി ആശിക്കാതെ, ഭയമില്ലാതെ പ്രസംഗിക്കുന്ന അഭിഷേകമുള്ള സുവിശേഷകർ എഴുന്നേക്കേണ്ട സമയമായി. ചെറുപ്പക്കാർ എഴുന്നേക്ക്. മുഖസ്തുതിയും കയ്യടിയും ഇക്കിളിപ്പെടുത്തുന്ന മസാല പ്രസംഗങ്ങളും ഒക്കെ അൾത്താരയിൽ നിന്ന് വരുന്നത് ഇനി നിർത്ത്, അത് മതി. നഷ്ടപ്പെട്ടു പോയ ജോർദാന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മൂർച്ചയുള്ള ആയുധം തിരിച്ചു പിടിക്കാൻ സഹോദര നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. സഹോദരി നിനക്കെന്ത് ചെയ്യാൻ കഴിയും? നമുക്കെന്ത് ചെയ്യാൻ? യുവജനമേ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? സഭാധികാരികൾ ചെയ്യുന്നില്ല, അവര് ചെയ്യുന്നില്ല, ഇവര് ചെയ്യുന്നില്ല, പ്രാർത്ഥനക്കാര് ചെയ്യുന്നില്ല. അല്ല, നോ, വാട്ട് വി ക്യാൻ ഡു, ലെറ്റ് us think. നമുക്കെന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പ്രാർത്ഥിക്കാം. കർത്താവേ, എവിടെയാണ് ആ ഷാർപ്പൻഡ് കട്ടിങ് എഡ്ജുള്ള
ആ ഗോസ്പലിന്റെ ആ ഒരു പവറുള്ള ആ പ്രസംഗങ്ങൾ എവിടെയാണോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ആ വചന പഠനം എവിടെയാണോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, that we lost in past years, I need to restore it with the anointing of the Holy Spirit. നമുക്ക് പ്രാർത്ഥിക്കാം ശക്തിയോടെ. എവിടെ എനിക്ക് കൈമോശം വന്ന എൻ്റെ പ്രാർത്ഥനയുടെ ആയുധം, എൻ്റെ വചന ധ്യാനം, വചന പഠനം ജോർദാനിന്റെ അടിത്തട്ടിൽ നിന്ന് തിരിച്ചെടുക്കാൻ കർത്താവേ ആത്മാർത്ഥമായി ഇരട്ടി പങ്ക് ഞങ്ങൾക്കും തരണമേ, ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഞങ്ങൾക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഐ നീഡ് ദ ഡബിൾ പോർഷൻ ഓഫ് അനോയിറ്റിംഗ് എന്നാകട്ടെ. ഈ വക്രത നിറഞ്ഞ ചതിയും വഞ്ചനയും നിരീശ്വരവാദവും മ്ലേച്ഛതയും തെറ്റായ സ്നേഹബന്ധങ്ങളും ഫേക്ക് സന്തോഷങ്ങളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ദൈവമക്കളുടെ യഥാർത്ഥ സമാധാനവും സന്തോഷവും തിരിച്ചു പിടിക്കാൻ അപ്പാ ഞങ്ങൾക്കും ഈ ആത്മാവിന്റെ ഇരട്ടി അഭിഷേകം വീണ്ടും തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.